ഹായ്, ഞാൻ നന്ദന. ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് ISSD ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ചെയ്തിരുന്നു. വിത്തിൻ വീക്സ് എനിക്ക് ചൈതന്യ ഹോസ്പിറ്റലിൽ നിന്ന് ജോയിനിങ് ലെറ്റർ കിട്ടി. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ PG കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണ്. ഇംഗ്ലീഷ് കഴിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് ടീച്ചിങ് പ്രൊഫഷൻ എനിക്ക് ചൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് വേറൊരു ഫീൽഡ് ചൂസ് ചെയ്യണമെന്നായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. ഞാനിങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പം എൻ്റെ മെയിൻ കൺസേൺ ഞാൻ ഇനി ഒരു കോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജോബ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ മെയിൻ കൺസേൺ ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരമാണ് ഇങ്ങനെ ISSDനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നതും അറിയുന്നതും. പിന്നീട് എനിക്കൊരു താല്പര്യം തോന്നിയിട്ട് ഞാനൊരു ആഡ് ത്രൂവും പിന്നെ സൈറ്റൊക്കെ വിസിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ISSDനെ കുറിച്ചിട്ട് കൂടുതൽ അറിയുന്നത്. അപ്പം അങ്ങനെ ഞാൻ ISSDനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ എനിക്ക് 2 ഓപ്ഷൻസ് തന്നു. ലൈവ് ഓൺലൈൻ ക്ലാസ്സസും തന്നു, റെക്കോർഡഡ് ക്ലാസ്സസും തന്നു. അതിൽ തന്നെ നമുക്ക് ലൈവ് ക്ലാസ്സസിൽ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്ന്, നമുക്ക് ടൈമിങ് നമുക്ക് ഏത് ടൈം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം ഞാൻ ചൂസ് ചെയ്ത ടൈം എനിക്ക് എൻ്റെ ജോബായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ടൈമായിരുന്നു ഞാൻ ചൂസ് ചെയ്തിരുന്നത്. അങ്ങനെ എനിക്ക് എൻ്റെ ജോബും എൻ്റെ പഠിത്തവും എനിക്ക് ഒരേപോലെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ നമുക്ക് വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടുമായിരുന്നു. എല്ലാ ക്ലാസ്സിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സസ് നമുക്ക് കിട്ടും. സോ എനിക്ക് എന്തെങ്കിലും ഒരു ക്ലാസ് മിസ്സായാലും എനിക്കത് പിന്നീട് എൻ്റെ ടൈം പോലെ എനിക്ക് കാണാനും കേൾക്കാനും പഠിക്കാനും എനിക്ക് പറ്റുമായിരുന്നു. ക്ലാസ് ആണെങ്കിലും ജോബ് ആണെങ്കിലും ഒരേപോലെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഞാൻ കോഴ്സിന് ചേർന്നു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലത്തെ ഒരു കോഴ്സ്, വലിയൊരു കോഴ്സ് എനിക്കിങ്ങനെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു എനിക്കൊരു മെയിൻ കൺസേൺ ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ത്രൂ ഔട്ട് ദി ക്ലാസ് നമുക്ക് എന്ത് ഡൗട്ടാണെങ്കിലും എന്താണെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്ത് പോകുമായിരുന്നു. അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ഒരു ഹൈലൈറ്റ് ആണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ടാണ്. പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഇവർ പറഞ്ഞത് ആക്ച്വലി ട്രൂ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എനിക്ക് കോഴ്സ് കഴിഞ്ഞ് വിത്തിൻ വീക്സ് എനിക്ക് പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പണിങ്സ് ഇവർ ഓപ്പൺ ചെയ്തിരുന്നു. ഇവർ വാട്സപ്പിലൂടെയാണ് ഈ ഓരോ ഓപ്പണിങ്സിൻ്റെ ഡീറ്റെയിൽസും ഇൻഫർമേഷനും എനിക്ക് പാസ് ചെയ്തിരുന്നത്. അതിൽ നമുക്ക് ചൂസ് ചെയ്യാൻ, നമുക്ക് ആപ്റ്റായിട്ടുള്ള ജോബ് ഏതാന്നുള്ളത് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്തു. അങ്ങനെ CV അയച്ചു കൊടുത്തു. അവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. എനിക്കിങ്ങനെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തപ്പോൾ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗം ഒരു മോക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. മോക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ സ്വയം ഒരു പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നത്. നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇത് കിട്ടിയായിരുന്നു. പിന്നെ നമ്മുടെ കറക്ഷൻസും കുറവും എല്ലാം നമുക്ക് മോക്ക് ഇൻ്റർവ്യൂവിൽ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. മോക്ക് ഇൻ്റർവ്യൂവിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റിയത്. എനിക്ക് ഈ പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പണിംഗ് ഫസ്റ്റ് എനിക്ക് വന്നത് ചൈതന്യ ഐ ഹോസ്പിറ്റൽ എന്നാണ് ഹോസ്പിറ്റലാണ്. അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. അവിടെ അങ്ങനെ എല്ലാവർക്കും ജോബ് കിട്ടുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയിരുന്നു. ഞാനങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ അറിയിച്ചു. അവരാണ് എൻ്റെ CV അയച്ചു കൊടുത്തതും ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തതും അവരാണ്. അവിടുന്ന് ഇപ്പോൾ എനിക്ക് ആ ഹോസ്പിറ്റലിൽ ജോബ് കിട്ടി. തിങ്കളാഴ്ച മുതൽ ജോയിനിങ് ആണ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് ഈ ISSD എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്. കാരണം അവരുടെ സപ്പോർട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവിടെ കയറാൻ പറ്റില്ലായിരുന്നു, എനിക്കൊരു ജോബ് കിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് ജോബിന് കയറിയിട്ടാണെങ്കിലും ഇവർ ഈ പ്ലേസ്മെൻറ്റ് ഓപ്പണിങ്സ് പ്രൊവൈഡ് ചെയ്യുമെന്ന് നമുക്ക് പറയുന്നുണ്ട്. സോ ആഡിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ബിക്കോസ് എൻ്റെ പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു കാര്യമാണത്. ജോലിക്ക് വേണ്ടി പഠിക്കണമെന്നുണ്ടെങ്കിൽ ISSD തന്നെ ചേരണം എന്നായിരുന്നു ഇവരുടെ ടാഗ് ലൈൻ തന്നെ ഉണ്ടായിരുന്നത്. ആഡിലൂടെ അവരതാ കാണിക്കുന്നത്. അത് പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസിലൂടെ എനിക്കത് ട്രൂ ആണെന്നുള്ളതും ജോബ് കിട്ടും എന്നുള്ളതും മനസ്സിലായ കാര്യമാണ്. അതിന് ഏറ്റവും താങ്ക്സ് പറയേണ്ടത് ISSDയോട്.